ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ വണ്ടീനെ കുറിച്ച് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം, ഞായറാഴ്ചകളിൽ വിളിക്കാതിരിക്കുക. ഞായറാഴ്ചകളിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതല്ല. കൂടാതെ തന്നെ നമ്മൾ ഡെയിലി ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ രാവിലെ ഒരു 9:30 ശേഷവും വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ വിളിക്കാൻ നോക്കുക. കാരണം അതിന് ശേഷം ഓഫീസ് ക്ലോസ്ഡ് ആവും. പിന്നെ ചിലപ്പോൾ ഫോൺ ആരും വിളിക്കുന്നു വരില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ബൊലേറോ ആണ്. ബൊലേറോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചേക്കുന്ന വണ്ടിയാണ് ബൊലേറോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മെസ്സേജ് നമുക്ക് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബൊലേറോ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബൊലേറോൻ്റെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന സൂപ്പർ വണ്ടി തന്നെയാണ്. ഇത് പേഴ്സണലായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണ്. 2011 മോഡലാണ്. 2011 മോഡൽ SLX ആണ്. DI എഞ്ചിനാണ്. പിന്നെ 1,12,000 കിലോമീറ്റർ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്യാൻ. ബൊലേറോ ഒരു കിലോമീറ്റർ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാതെ തന്നെ മഹീന്ദ്രയുടെ വണ്ടി. പിന്നെ എഞ്ചിൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, സൂപ്പറാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ പറയുന്നതാണ്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ വില ലാസ്റ്റ് പറഞ്ഞേക്കാൻ നല്ലത്, വില ഇടയിൽ പറഞ്ഞേക്കാൻ നല്ലത്. അപ്പോൾ ആൾക്കാർ ആ വണ്ടീനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണും എന്നൊക്കെ ഒരുപാട് സജഷൻസ് പല വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ വണ്ടിയുടെ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടേക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ വില പറയുന്നതാണ്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച 1 മാസം കഴിഞ്ഞു അപ്പോഴത്തേക്കും വണ്ടി സെയിലായി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മഹീന്ദ്രയുടെ ബൊലേറോ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഒട്ടുമിക്ക ഗവൺമെൻറ് വെഹിക്കിൾസും ബൊലേറോ തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ 2523 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. അവരുടെ പവർ നോക്കുകയാണെങ്കിൽ 62 bhp 3200 RPM കിട്ടും. അതുപോലെ നമ്മൾ ടോർക്ക് നോക്കുകയാണെങ്കിൽ 195 Nm 1400 RPM കിട്ടും. കൂടാതെ സീറ്റിംഗ് കപ്പാസിറ്റി 7 ആണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 690 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഫ്യൂൽ ടാങ്ക് 60 ലിറ്റേഴ്സാണ്. ബൊലേറോയുടെ നെയിം പഞ്ച് ചെയ്തേക്കണ ഒരു ക്രാഷ് കാർഡ് ഈ വണ്ടിയുടെ ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിന് ക്ലോസ് ലുക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അതിൻ്റെ ഹെഡ് ലാമ്പ്സും അതേപോലെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ച് നോക്കാം. ക്ലോസ് ആയിട്ടുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കാം. ആ കട്ടിങ് 2 സൈഡിലും കട്ടിങ് ഉണ്ട്. അത് ഒരു ഭംഗി തന്നെയാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തന്നേക്കാം. അതിൻ്റെ എന്താ പറയുക, സ്ലീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ എന്താ പറയുക, നമുക്ക് ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു മസിൽ വണ്ടി ആണെന്ന് നമുക്ക് എടുത്ത് പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽറ്റും കാര്യങ്ങളൊക്കെ പോയേക്കണം. നമുക്കിവിടെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ നമ്മുടെ പാസഞ്ചർ സൈഡിലെ ഡോർ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു സ്ട്രെങ്ത്താണ് വണ്ടി. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ SLXൻ്റെ ഒരു DI ടർബോൻ്റെ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടയർ ഭാഗം അറൗണ്ട് ഒരു 60% മുകളിലുണ്ട് എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്റ്റെപ്പിന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബൊലേറോൻ്റെ ഒരു കേസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട അതേ ഒരു കണ്ടീഷൻ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും കിട്ടണമെന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. ഇനി ഞാൻ ഫ്രണ്ട് ടയേഴ്സ് കാണിച്ചില്ല. ഫ്രണ്ട് ടയേഴ്സ് നമുക്ക് വേണ്ടി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പുത്തൻ ടയേഴ്സ് തന്നെയാണ്. അറൗണ്ട് ഒരു 70% ഉണ്ടെന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. റിമോട്ട് സെൻറ്റർ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയുടെ ഒപ്പം വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഡോർ പാഡ് ഞാൻ ക്ലോസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തരാം. കൂടാതെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ബീച്ച് കളറാണ് ഇതിൻ്റെ ഒരു തീം വന്നേക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറിൽ ഇതിൻ്റെ ഒരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് ഒന്നുകൂടി നമുക്ക് വിശദമായിട്ടൊന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഡാഷ്ബോർഡും അതേപോലെ തന്നെ AC വെൻറ്റും കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു മീറ്റർ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കിലോമീറ്റേഴ്സ് കാണാൻ പറ്റും. ഒരു 110 കിലോമീറ്റേഴ്സ് നിലവിൽ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് വണ്ടി.
ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 4,25,000 രൂപയാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഡോർ പാഡും അതേപോലെ ആ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ വൃത്തിയുള്ള രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് റിയർ ഭാഗത്തേക്ക് പാസഞ്ചർ സൈഡ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വളരെ വൃത്തിയുള്ള ഒരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കിടക്കണം. ലെഗ് സ്പേസ് ആണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ലാവിഷായിട്ടുള്ള ലെഗ് സ്പേസ് തന്നെ ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. നമുക്കൊരു കംഫർട്ട് ജേർണിക്കുള്ള ലെഗ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ബൊലേറോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിനൊപ്പം തന്നെ ഹെഡ് റെസ്റ്റും അതേപോലെ തന്നെ വിൻഡോ ഷീൽഡും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് കവർ ചെയ്ത് വെച്ചേക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ടുള്ള യാത്ര നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ബാക്ക് സൈഡിലെ ആ ഡോർ നമുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ബൂട്ട് കാണാൻ പറ്റും. ബൂട്ട് ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 690 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടി ഇപ്പോൾ നിലവിൽ തരുന്നത്. കൂടാതെ നമുക്കിവിടെ പാസഞ്ചറിനെ അക്കോമഡേറ്റ് ചെയ്യാം. രണ്ടുപേർക്ക് അത്യാവശ്യം സൈസുള്ള ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തേക്കണം. എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഫുള്ള് കവറേജ് ഞാൻ തരുന്നുണ്ട്. നമുക്കിനി ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. ഇനി ഈ വണ്ടിയുടെ വില ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4,25,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും നെഗോസിയേഷൻ കാര്യം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോന് താഴെ തന്നെ നമ്പറുണ്ട്, നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബൊലേറോൻ്റെ ഒരു എഞ്ചിൻ ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ ക്ലീൻ ആയിട്ടും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലോസ് ലുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ 2011 SLX DI എഞ്ചിൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ താഴെ തന്നെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് സംസാരിക്കാം, വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാം. നേരിട്ട് വന്ന് വണ്ടി കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഫുൾ പേയ്മെൻറ്റ് ചെയ്യാം. ലോൺ വേണമെങ്കിൽ ലോൺ നമ്മൾ ഈ 2011 മോഡൽ ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് തരും. നിങ്ങൾ ജസ്റ്റ് ആ നമ്പറിൽ നിന്ന് ചോദിച്ചു നോക്കിക്കാം. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ വൈകിപ്പോവും. പിന്നെ മാത്രമല്ല വിളിക്കാൻ ടൈം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാവിലെ ഒരു 9 വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ വിളിക്കാൻ നോക്കാം. ഞായറാഴ്ചകളിൽ വിളിക്കാതിരിക്കുക, ചിലപ്പോൾ ഫോൺ എടുത്തു പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബൊലേറോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.